ഹായ് ഹലോ മാംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പള്ളിയിലൊക്കെ പോയി ആരാധനയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് കറിയൊന്നും വെക്കാൻ മെനക്കെട്ടില്ല, സമയം ഇന്ന് ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ പൊട്ടറ്റോ ഇരിപ്പുണ്ട്, നല്ലൊരു പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനായിട്ടുള്ള ചേരുവ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്ത് ആദ്യം 2 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു കൈപ്പിടി നിറച്ച് ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ജാറയിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചോറായത്. ഇനി വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടതിൽ നല്ല എരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നതായ ആ കൂട്ട് നമുക്കിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്താൽ മതി, ഇതൊന്നും ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇരുന്നത് കൊണ്ട് അതങ്ങ് എടുത്തിട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. മുന്തിരിങ്ങ ഉള്ളവർ അങ്ങനെ അതിടാം, പക്ഷേ ഞാൻ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എല്ലാം പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നോക്കി വേണം ഇടാൻ, കൂടിപ്പോകരുത്. അപ്പോൾ ആദ്യം ഇട്ടത് ഓർമ്മ വേണം, പിന്നീട് ഉപ്പിടുമ്പോഴത്തേനും. ചോറ് ഞാൻ ഉപ്പിടാതെ വെച്ചേക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ വഴന്നതിന് ശേഷം ചെറുതായിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ പീസുകളാക്കി. അത് കഴുകി വൃത്തിയാക്കിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാനിപ്പോൾ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിന് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എരിവിന് അനുസരിച്ച് ചേർക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് വലിയ എരിവൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഇട്ടെന്ന് വിചാരിക്കേണ്ട, അത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. പൊടി നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കോരി കഴിക്കുന്ന പോലത്തെ ചെറിയ സ്പൂണാണ്, കുഞ്ഞ് സ്പൂണ്. പിള്ളേർക്കൊക്കെ കൊടുക്കത്തില്ല, കളിപ്പിക്കാനില്ല, അങ്ങനത്തെ സ്പൂണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. അപ്പോൾ അതൊന്ന് വഴറ്റി നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഇത് വേവാനുണ്ട്. വെള്ളം ഒന്നുകൂടെ വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട്. നല്ലതുപോലെ ആ ഉരുളൻകിഴങ്ങെല്ലാം വെന്ത് ആ പച്ചമണമെല്ലാം മാറി, ആ മുളകിൻ്റെയും മല്ലിയുടെ എല്ലാം പച്ചമണം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ നല്ല മൂത്ത മണം ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ്, ഞാൻ ആവശ്യത്തിനുള്ള ചോറ് ഞങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കി ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഇത്തിരി ഉപ്പ് കല്ല എൻ്റെ കയ്യിലുള്ള, അപ്പോൾ അത് ഇട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പ് നീര് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിച്ചിരി നെയ്യും കൂടെ ഞാൻ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. കുറഞ്ഞ ചൂടിൽ വെച്ച് വേണം, തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീട് നിറച്ച് മണവുമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, ഇനിയിപ്പോൾ ഈ ചോറിൻ്റെ കൊണ്ട് തന്നെ ആ മല്ലിയിലയൊക്കെ നല്ലപോലെ വാടി കിട്ടിക്കോളും. കണ്ടോ, ചോറിൽ നിന്ന് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. അപ്പോൾ
മഴയൊക്കെ അല്ലേ, നമുക്ക് ചൂടോടെ ഒന്ന് കഴിക്കാനും. അപ്പോൾ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒത്തിരി സമയമില്ലാത്ത ഇന്ന് ഞായറാഴ്ച, അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.